ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു നല്ലൊരു മീറ്റ് റോളിൻ്റെ റെസിപ്പിയാണ്. അതിങ്ങനെ ഉണ്ടാക്കി നോക്കാം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മൈദപ്പൊടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശയാക്കിയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നുള്ളത്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കട്ടിക്കാണ് അടിച്ചെടുക്കേണ്ടത്. തീരെ വെള്ളം പോലെ ആയിക്കൂടാ, തീരെ ഇത് കട്ടി ആയിക്കൂടെ. അങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോരോ ദോശയായിട്ട് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. എത്രത്തോളം നൈസായി ചുട്ടെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് ചുട്ടെടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഇതിൻ്റെ മസാല ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരന്നൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം 3 ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനും കൂടെ നല്ലോണം ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അടച്ച് വെച്ചിട്ട് തന്നെ മൂപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് 3 മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ ഒന്ന് തുറന്നു കൊടുക്കുമ്പോൾ ഉള്ളി ഒരു മീഡിയം സൈസിൽ വാടി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിലേക്ക് ചതച്ച 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും, പിന്നെ ഞാനിപ്പം വെളുത്തുള്ളിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. 1/2 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി പൗഡറും, ചതച്ചതാണെങ്കിൽ ചതച്ചതും മതി. പിന്നെ 1-2 ടേബിൾ സ്പൂണ് പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിയെല്ലാം ഒന്ന് മൂക്കുന്നത് വരെ അതൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം ക്യാബേജ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റോളം നല്ലോണം വേവിച്ചെടുക്കാം. ആ നേരത്ത് ഞാൻ ചിക്കൻ ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിന്. അതും കൂടെ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കൈപ്പൊടിയോളം മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഹോം മെയ്ഡ് തന്നെ ആക്കിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് ഈ മസാലേൻ്റെ മിക്സ് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടി കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. മറ്റേത് ഞാനിത് മൈദപ്പൊടിയിലാണ് ഇത് മുക്കിയെടുക്കുന്നത്. അതിനുള്ള മൈദ കലക്കിയിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട്. പിന്നെ അത് ഒട്ടിക്കാനുള്ള മൈദപ്പൊടി ഉണ്ട്. പിന്നെ അത് അത്രയും ദോശ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമ്മളെ മസാലയും കൂടെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു ദോശ എടുത്തിട്ട് ഇതേപോലെ നല്ല നൈസായിട്ട് തന്നെ ദോശ ഉണ്ടാക്കാൻ നോക്കണം. ഇതേപോലെ ഒന്ന് ദോശ എടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഭയങ്കര നീളമായിട്ട് വരും. നമുക്കൊരു ആവശ്യത്തിനുള്ള നീളം മതിയല്ല. അപ്പോൾ തീരെ നൈസായിട്ട് നമുക്ക് ചെറുതായിട്ട് ചുട്ടെടുക്കാനും പറ്റില്ല. അങ്ങനെ ചുട്ടെടുത്ത് നമുക്കൊരു ഷേപ്പിൽ കിട്ടിയില്ല. എന്നിട്ട് അങ്ങനെ ദോശ അപ്പുറം ഇപ്പുറം മടക്കി വെച്ചതിന് ശേഷം ഫില്ലിങ്സ് ഞാൻ കുറച്ച് അധികം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നല്ലോണം വെച്ച് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുള്ളൂ. എന്നിട്ട് ആ മൈദൻ്റെ പേസ്റ്റിലേക്ക് ബ്രഷ് ഇങ്ങനെ മുക്കിയിട്ടിട്ട് 4 സൈഡും ഒന്ന് തേച്ച് കൊടുക്കുക. 4 സൈഡും തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നല്ലോണം മടക്കി നൈസായിട്ട് മടക്കി കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ 2 സൈഡും ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടാത്ത പോലെ തോന്നും. പക്ഷേ ആ മൈദൻ്റെ പശൻ്റെ അതെടുത്തിട്ട് ഒരു നുള്ള അപ്പുറം തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ഒട്ടി കിട്ടിക്കോളും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഞാൻ ഇത് നോമ്പുറപ്പിനാണ് ഉണ്ടാക്കിയപ്പോൾ നോമ്പുറപ്പിൽ കഴിഞ്ഞിട്ട് പെരുന്നാളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വന്നിന്. അപ്പോൾ ഇതിൽ കുറച്ച് പിന്നെ ഇത് ചുട്ടെടുത്തതിൽ കുറച്ച് പിന്നെ അതൊന്ന് കാണിക്കാനും പറ്റിയിട്ട് ചുട്ടെടുത്തതിന് ശേഷം കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം കൂടെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് 30 എണ്ണത്തിൻ്റെതാണ്. ഞാൻ 30 എണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഉണ്ടാക്കിയ മസാലയിൽ കുറച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.